മോര് കാച്ചിയതാണ്. വളരെ എളുപ്പത്തിൽ മോര് കാച്ചാവുന്നൊരു വഴിയാണിത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തൈര് 1/2 ലിറ്റർ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കറിവേപ്പില, വറ്റൽമുളക് ഞുറുക്കിയെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി, ഇഞ്ചി. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നടുന്ന് ചതച്ചെടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടെ ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. വറ്റൽമുളകും ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി ഇത് ഒരു നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കരുത്. കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂട് കയറുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത്
വയ്ക്കാം. തിളച്ച് പോയി കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല, അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. ഇതാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വാദിഷ്ടമായ മോര് കാച്ചിയത്.